നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഒരുപാട് ആത്മീയ അനുഭൂതിയോടുകൂടിയാണ്. എനിക്ക് തോന്നുന്നു ശില്പയ്ക്കും അരുണിനും കുറച്ചുകൂടി പറയാനുണ്ട്. കാരണം ആദ്യ ദിവസങ്ങൾ ഇവിടുത്തെ ഒരു സാഹചര്യം, ഒരു കാര്യം പറയപ്പെട്ട പ്രേക്ഷകരെ, ടീം ജനം മാത്രമേ ഇവിടെ ഉള്ളൂ കേട്ടോ. ഈ നിളാരതി ആയാലും ഇവിടുത്തെ പുണ്യസ്നാനമായാലും ഇവിടുത്തെ എല്ലാ ചെറുതും വലുതുമായിട്ടുള്ള പൂജകളായാലും ചടങ്ങുകളായാലും ഒക്കെ ഞങ്ങളുടെ TV സ്ക്രീൻ വഴി, ഞങ്ങളുടെ ഡിജിറ്റൽ സ്ക്രീനുകൾ വഴിയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് ഈ മഹോത്സവത്തിൻ്റെ ഓരോ ചെറിയ നിമിഷങ്ങൾ പോലും എത്തിയത് എന്നത് ഞങ്ങൾക്ക് അതൊരു വലിയ അഭിമാനത്തോടു കൂടി തന്നെ ഞങ്ങൾക്ക് പറയാൻ സാധിക്കും. കാരണം ഞങ്ങൾ ദേശീയതയും സംസ്കാരവും ഉയർത്തിപ്പിടിച്ച് സധൈര്യം മുന്നോട്ട് പോകുന്നൊരു ചാനലായതുകൊണ്ട് തന്നെ ഇത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണെന്നും സവിനയം ഞങ്ങൾ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും ചെയ്യുകയാണ്. പറയൂ, ആദ്യത്തെ ദിവസം അരുണാണ് എനിക്ക് തോന്നുന്നത് ആദ്യം ഇവിടെ എത്തിയത് അല്ലേ? നമ്മൾ ആദ്യം ഇവിടെ എത്തുന്നത് ഈ പ്രധാനമായിട്ടും ഈ വിരാട ഹിന്ദു സംഗമത്തോടനുബന്ധിച്ച് അതിനൊരു താൽക്കാലിക പാലം, അതിന് സ്റ്റോപ്പ് മെമ്മോ നൽകുന്നു എന്നുള്ളൊരു വിവരം അറിഞ്ഞുകൊണ്ടാണ് എത്തുന്നത്. നമുക്കറിയാം, കേരളത്തിൽ ആദ്യമായിട്ടൊരു കുംഭമേള നടക്കുന്നു എന്ന് പറയുമ്പോൾ ഏതൊരു സനാതന ധർമ്മ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ അഭിമാനമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു പരിപാടി പെട്ടെന്നാണ് അതിന് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അനുമതി നിഷേധിക്കുന്നത്. നമ്മൾ ടീം ജനം അന്ന് തന്നെ ഇവിടെ എത്തി ഇവിടുത്തെ സംഘാടകരുമായി സംസാരിച്ചു, ആ വാർത്ത റിപ്പോർട്ട് ചെയ്തു. എനിക്ക് തോന്നുന്നു ആ വാർത്ത മാത്രം നമ്മളുടെ ചാനലിലൂടെ 2 ലക്ഷം 3 ലക്ഷം ആളുകൾ തത്സമയം സ്വാമിജി തത്സമയം ചേർന്നു. സ്വാമിജി തത്സമയം ചേരുകയും ചെയ്തു. അതിനുശേഷം അത്തരത്തിലൊരു സംഭവം വാർത്ത റിപ്പോർട്ട് ചെയ്തു. രാവിലെ വന്ന് നമ്മൾ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു. 16-ാം തീയതിയാണ്. 16-ാം തീയതി രാവിലെ വന്ന് നമ്മൾ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു. അതിനുശേഷം വൈകുന്നേരം ആകുമ്പോഴേക്കും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ചില അനുനയ നീക്കങ്ങൾ അവരുണ്ടാകുന്നു. അവരൊന്ന് പുറകോട്ട് പോകുന്നു. അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് കൈവിട്ട് പോകുന്ന പരിപാടിയാണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവുന്നതാണ് നമുക്ക്. കാരണം ഞാനിവിടെ നിന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്ത് നമ്മൾ ഏകദേശം പാലക്കാട്ടേക്കൊന്ന് തിരിച്ചു, വൈകിട്ടോടുകൂടെ പാലക്കാടെത്തി. പാലക്കാട് ചെറുപ്പശ്ശേരി ഭാഗത്തേക്ക് നമ്മുടെ വണ്ടി എത്തുമ്പോഴേക്കും പെട്ടെന്ന് ഇവിടുന്ന് കോൾ വരികയാണ്, നിങ്ങൾ വന്നു പോയതിന് ശേഷം പെട്ടെന്ന് തന്നെ ഇപ്പോൾ ഒന്ന് കളക്ടറുടെ ഭാഗത്തു നിന്നും ആർഡിഒയുടെ ഭാഗത്തു നിന്നൊക്കെ ഈ പാലത്തിൻ്റെ കാര്യത്തിൽ ഒരു ചെറിയ അനുനയ നീക്കങ്ങൾ ഉണ്ടാവുന്നുണ്ട് എന്നുള്ള വിവരം ലഭിക്കുകയാണ് ഉണ്ടായത്. അപ്പം അതായത് എന്നുള്ളതാണ്. അതിനുശേഷം നമ്മളിവിടെ കൃത്യമായിട്ട് ആദ്യ ദിവസം മുതൽ 16-ാം തീയതി മുതൽ പിന്നീട് അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ലൈവുകളായിരുന്നു. 16, 17, 18 തീയതികളിൽ ആദ്യത്തെ 3 ദിവസങ്ങൾ പിതൃകർമ്മങ്ങളായിരുന്നു നടന്നത്. ആ പിതൃകർമ്മങ്ങൾ നടന്ന് 19-ാം തീയതിയാണ് നിള ആരതിയും നിള സ്നാനവും ഉൾപ്പെടെ ആരംഭിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ കാണാൻ ആഗ്രഹിച്ച് ഒഴുകിയെത്തുന്നത് നിള ആരതി അല്ലേ? എനിക്ക് തോന്നുന്നു ശില്പ, ഇവിടെ എത്തുന്ന ഒരുപാട് പേർ, സ്വാമിജിമാരും സാധാരണക്കാരും സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്ന് എത്തുന്ന ആളുകൾ, ഒരുപാട് പൂജകൾ. ശില്പ, എങ്ങനെയായിരുന്നു അനുഭവം? ഞങ്ങൾ കലോത്സവം കഴിഞ്ഞിട്ടാണ് തിരുനാവായിലേക്ക് എത്തുന്നത്. അപ്പോൾ 2 ദിവസം വന്ന് റിപ്പോർട്ട് ചെയ്ത് പോകണമെന്ന് വിചാരിച്ച് വന്നിട്ട് ഇവിടുന്ന് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം ഇവിടേക്ക് വരുന്ന എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ മണ്ണിലേക്ക് വന്നു കഴിഞ്ഞാൽ തിരിച്ചു മടങ്ങാൻ തോന്നുന്നില്ല. അതിനി എത്രത്തോളം തിരക്കുണ്ടെങ്കിലും അല്ലെങ്കിൽ വൈകിയാലും എല്ലാം ഇവിടെ പിടിച്ചിരുത്തുന്ന എന്തോ വലിയൊരു അനുഭൂതി ഈ തിരുനാവായുടെ മണ്ണിൽ ഇപ്പം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് തന്നെയാണ് എല്ലാവരും ഇങ്ങോട്ടേക്ക് ആകർഷിക്കുന്നത് എന്ന് തോന്നും. നമ്മളിവിടെ എത്തുമ്പോൾ നമ്മൾ ഒരുപാട് പൂജകൾ കണ്ടു. അത് നമ്മൾ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള പൂജകൾ, എല്ലാ വിഭാഗങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട്, എല്ലാ സമ്പ്രദായങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ടെല്ലാം എല്ലാ തരത്തിലുള്ള കാട്ടുനായ്ക്കർ വിഭാഗത്തിലെ വെള്ളാകമ്മ വന്നിട്ട് ദേവി പൂജയും നൃത്തവും ചെയ്യുന്നത് നമ്മൾ ആരും കേട്ടിട്ട് പോലും ഇല്ല. നിലമ്പൂരിൻ്റെ കാടുകളിൽ നടക്കുന്ന പൂജയാണ് അതിന് വേദിയായി തിരുനാവായ. ഒപ്പം തന്നെ ഒരുപാട് സമുദായങ്ങൾ, ഒരുപാട് എന്താ പറയുക, ചാത്തൻ പൂജയുണ്ടായിരുന്നു, യക്ഷിയാഗം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇതുവരെ പുറത്ത് കാണാത്ത സങ്കേതങ്ങളിൽ മാത്രം നടന്നിരുന്ന ഒരുപാട് പൂജകൾ, ഞാനും അരുൺ ചേട്ടനും ലൈവായിട്ട് നിന്ന് കുറച്ച് പേടിയോടെ കണ്ട പൂജകളുണ്ട്. കാരണം പുറത്ത് കാണാത്തതാണെന്ന് പറയുമ്പോൾ ഉള്ളിൽ ഭയം ഉണ്ടാകാറുണ്ട്. പക്ഷേ വളരെ സ്നേഹത്തോടെ, അല്ലെങ്കിൽ വളരെ വലിയൊരു ആത്മീയ യാത്രയാണ്. എനിക്ക് തോന്നുന്നു ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയ ഒരു 18 ദിവസങ്ങളാണ് കടന്നുപോയത് എന്നുള്ളതാണ്. പൂജകൾക്ക് പറയുമ്പോൾ പൂജകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമുക്കറിയാം, ഈ ജമാഅത്തെ ഇസ്ലാമി പോലുള്ള പോപ്പുലർ ഫണ്ട്, SDPI പോലുള്ള സംഘടനകൾ ഹൈന്ദവർക്കിടയിൽ വലിയ രീതിയിൽ ഭിന്നിപ്പുണ്ടാക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിൽ തന്നെ പ്രത്യേകിച്ച് പറയുന്നൊരു കാര്യം എന്നുള്ളത്, വനവാസി ജനങ്ങൾ അവർ ഹിന്ദുക്കളല്ല എന്നൊക്കെയുള്ള ഒരു പ്രൊപ്പഗണ്ട ഇവരെ നെറേറ്റീവ് ഇങ്ങനെ കൊണ്ടുവരാനുള്ള ശ്രമമാണ്. അതിനിടയിലാണ് ഇവിടെ എല്ലാ വിഭാഗത്തിൻ്റെയും പൂജകൾ ഇങ്ങനെ നടക്കുകയാണ്. അവർ പറയും നമ്പൂതിരിമാരുടെ മാത്രമാണ്, ആര്യ സംസ്കാരമാണ്, അങ്ങനെയൊക്കെയുള്ള അവരിങ്ങനെ ഉദ്ഘോഷിക്കുന്ന സമയത്താണ് ഇവിടെ അതിൻ്റെ ഒരു കൃത്യമായിട്ട് എല്ലാ വിഭാഗങ്ങളും ഞാനും ശില്പി അത് ഭയങ്കര കൗതുകത്തോടെ നോക്കിയത്. കാരണം വനവാസി വിഭാഗത്തിൻ്റെ പൂജകളുണ്ടായിരുന്നു, അതുപോലെ തന്നെ പുലയ വിഭാഗത്തിൻ്റെ പല സമുദായങ്ങളുടെയും പൂജകർമ്മങ്ങൾ ഇവിടെ നടന്നു എന്നുള്ളതാണ്. അതെല്ലാം കാണുന്നതിന് വേണ്ടി സനാതന ധർമ്മ വിശ്വാസികൾ ജാതി പ്രകാരമല്ല ഇവിടെ വന്ന് തൊഴുതുന്നത്. ഏത് പൂജകളാണെങ്കിലും അത് വലിയ ഭക്തിയോടുകൂടെയാണ് ഭക്തരുടെ സർവം സനാതനം
പ്രിയപ്പെട്ട പ്രേക്ഷകർ, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി നമുക്ക് ആ മനോഹരമായ ഭാരതപ്പുഴയുടെ ഒരു സൗന്ദര്യമുണ്ട്, അതൊന്ന് കാണണം. ക്യാമറ ഒന്ന് നമുക്കത് കാണിക്കാം. നമുക്കൊന്ന് പതുക്കെ ഒന്ന് അമ്മ ഞങ്ങൾ പൊക്കോട്ടെ. ഇതാണ് അക്ഷരാർത്ഥത്തിൽ അതീവ സുന്ദരിയായ നിളാ നദി. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക്, നമുക്ക് രാവിലെ തന്നെ ഒരു ദൃശ്യ വിരുന്നിലേക്കാണ് പോകുന്നത്. വളരെ മനോഹരമായ ഈ നിളാ ആരതി നമ്മുടെ സംസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം, സനാതന ധർമ്മത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാം പൂജിക്കപ്പെടുന്നവയാണ്. എല്ലാത്തിനോടും ചൈതന്യവും ദൈവികതയും കാണുന്നവരാണ്. അപ്പോൾ നമ്മളെയൊക്കെ പണ്ട് പാശ്ചാത്യർ കളിയാക്കാറുണ്ടായിരുന്നു, ഇതൊരു അന്ധവിശ്വാസത്തിൻ്റെ മതമാണെന്ന്, ഇത് കല്ലിലും പുഴുവിലും പൂമ്പാറ്റയിലും ഒക്കെ ആരാധിക്കുന്നവരാണ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്ന ഒരു നറേറ്റീവ് ഉണ്ടായിരുന്നു. നമ്മൾ ഇവിടെ തിരുനാവായയുടെ വേദിയിൽ USA നിന്ന് ഒരു ക്രിസ്ത്യനായ ഒരു വ്യക്തി സനാതന ധർമ്മത്തിൽ ആകൃഷ്ടനായി തിരുനാവായിലേക്ക് വന്നത് കണ്ടു. ഒപ്പം തന്നെ റഷ്യയിൽ നിന്ന്, ജപ്പാനിൽ നിന്നൊക്കെ വിദേശികൾ ഈ വാർത്ത കേട്ടിട്ട് ഇതൊന്ന് കാണാൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഭാഗമാവാൻ വേണ്ടിയിട്ട് യാത്ര ചെയ്ത് വരികയാണ്. അവരോട് സംസാരിക്കുമ്പോൾ അവർ സനാതന ധർമ്മത്തെക്കുറിച്ച് സംസാരിക്കുന്നത് എത്ര മനോഹരമായിട്ടാണ്. നമുക്ക് ഭയങ്കര അഭിമാനം തോന്നുന്നു. അതെ, ആ ഒരു നെറേറ്റീവ് ലോകത്തിന് മുമ്പാകെ ആദ്യമായി ന്യൂജൻ ഭാഷയിൽ പറഞ്ഞാൽ പൊളിച്ചടുക്കിയ മനുഷ്യൻ സ്വാമി വിവേകാനന്ദനാണ്. അങ്ങനെ ആ ഒരു ചൈതന്യം 2.5 നൂറ്റാണ്ടിനപ്പുറത്തേക്ക് ബ്രിട്ടീഷ് ആധിപത്യത്തിനുള്ളിൽ, അതെ നമസ്കാരം അമ്മേ, 2.5 നൂറ്റാണ്ടിനപ്പുറത്തേക്ക് തച്ച് തകർക്കപ്പെട്ട ഒരു സ്വത്വം, നമ്മുടെ ആത്മാഭിമാനം വീണ്ടെടുക്കുകയാണ് ഈ നിളാ തീരത്തെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ അഭിമാനത്തിൻ്റെ ഓരോ നിമിഷങ്ങളും നമുക്കൊപ്പം ഇപ്പോൾ ഇങ്ങനെ പങ്കുവെക്കപ്പെടുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇനി നമ്മൾ പ്രതീക്ഷിക്കുന്നത് സ്വാമിജിയാണ്. സ്വാമി ആനന്ദവനം മഹാരാജിനെയാണ് ക്ഷണിക്കുന്നത്. അദ്ദേഹം ഉടൻ തന്നെ ഇവിടെ എത്തിച്ചേരും. എന്തായാലും ഒരു കാര്യം വളരെ കൃത്യമായി പറയാൻ സാധിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഏറ്റെടുത്ത ഈ ഒരു ഉത്തരവാദിത്വം, ഇത് ഒരുപക്ഷെ ശബരിമലയ്ക്ക് ശേഷം അല്ലേ, ശബരിമലയിൽ എല്ലാവരും കൃത്യമായി തന്നെ ഭക്തർക്കെതിരെ, ഹിന്ദു വികാരത്തിനെതിരെ ശക്തമായി നിലകൊണ്ടപ്പോൾ അന്ന് ഭക്തർക്കൊപ്പമാണ് നിലപാട് എന്ന് കൃത്യമായി നിലപാട് സുവ്യക്തമായി പറഞ്ഞുകൊണ്ട് രംഗത്തിറങ്ങിയത് ജനം TV മാത്രമാണ്. അതിനുശേഷം ഇങ്ങനൊരു പരിപാടി ഇവിടെ നടക്കുന്നുണ്ട് എന്ന് കണ്ണടച്ചങ്ങ് ഇരുട്ടാക്കുക. ആരും ഇങ്ങോട്ട് വരുന്നില്ല, ഒരാളും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല. ഇവിടുത്തെ പ്രബുദ്ധ കേരളം, ഞാൻ വീണ്ടും ഐഫോൺ ഇടുകയാണ്, പ്രബുദ്ധ കേരളത്തിൽ നിന്ന് ആരും ഇങ്ങോട്ടൊന്ന് വരാൻ പോലും തയ്യാറെടുക്കുന്നില്ല. പക്ഷേ ഈ പരിപാടി എത്ര വലിയ വിജയകരമായി മാറിയിരിക്കുന്നു ഒന്നാലോചിച്ചു. അതിൽ തന്നെ ഈ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞു വന്ന, ആദ്യം നമ്മളിത് റിപ്പോർട്ട് ചെയ്യാൻ വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പോകുമ്പോൾ അവിടുത്തെ പ്രാദേശികമായിട്ട് ആരെങ്കിലും നൽകിയിട്ടുണ്ടോ ഈ വാർത്തയെക്കുറിച്ചുള്ള വിവരങ്ങൾ എന്നുള്ളത് നമ്മൾ തിരക്കും. പ്രത്യേകിച്ച് ഞാൻ പാലക്കാട് നിന്ന് വരുമ്പോൾ ഇവിടെയുള്ള മാധ്യമപ്രവർത്തകർ ഈ വാർത്ത നൽകിയിട്ടുണ്ടോ എന്നുള്ളത് നോക്കുമ്പോൾ ഇവിടെ നമ്മളല്ലാതെ വേറെ ആളും വാർത്ത നൽകിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതിനുശേഷം ഗവർണർ ഈ ധ്വജാരോഹണം നടത്തുന്ന സമയത്ത് ഒരുപാട് മാധ്യമങ്ങൾ വന്നിരുന്നു. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും അവർ അതിനുശേഷം ധ്വജാരോഹണത്തിന് ശേഷം ഉണ്ടാകുമെന്നാണ് കരുതിയത്. പക്ഷെ അപ്പോഴും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ഈ ധ്വജാരോഹണത്തിൻ്റെ വാർത്ത പോലും ഇവിടെ വന്ന് റിപ്പോർട്ട് ചെയ്ത പല മാധ്യമങ്ങളും കൊടുത്തിരുന്നില്ല എന്നുള്ളതാണ്. ഗവർണർ എന്തെങ്കിലും പറയുമെന്ന് അറിയാൻ വേണ്ടി വന്നതായിരിക്കും. ഏതായാലും അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ശ്യാംജി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ശബരിമലയ്ക്ക് ശേഷം നമുക്ക് വലിയ രീതിയിലുള്ള ഒരു അക്സെപ്റ്റൻസ് അത് ഭക്തരുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്നത് ഈ മണ്ണിൽ നിന്നാണെന്നുള്ളതാണ്. കാരണം ശബരിമലയിലെ യുവതീ പ്രവേശനവും അവിടെ റിപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ. അന്ന് അവിടെ നമുക്ക് മൈക്ക് ഐഡി പിടിച്ച് നിൽക്കാൻ പറ്റില്ലായിരുന്നു. കാരണം അത്രത്തോളം ഭക്തർ നമ്മുടെ ചുറ്റും എത്തി നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളുടെ കവിളിൽ ഉമ്മ വഹിക്കുന്ന, കേരളത്തിലെ ഒരു മാധ്യമപ്രവർത്തകർക്കും ഇത്തരം അനുഭവങ്ങൾ അത് ജനം TVയിലെ മാധ്യമപ്രവർത്തകർ അന്ന് ഉണ്ടായിരുന്ന നമ്മുടെ ടീം ജനത്തിന് മാത്രമായിരിക്കും അങ്ങനെ ഒരു സന്തോഷകരമായിട്ടുള്ള ആ സമയങ്ങൾ ഉണ്ടായിട്ടുണ്ടാവുക. അന്ന് നമ്മളുടെ അവിടെ റിപ്പോർട്ട് ചെയ്ത ഓരോ റിപ്പോർട്ടർമാർക്കും വലിയ രീതിയിൽ സ്നേഹം അനുഭവിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഭക്തരുടെ ഭാഗത്ത്. അവരെയൊക്കെ നമ്മൾ ഈ നിമിഷം ഓർക്കുകയാണ്. അതേ ഒരു അനുഭവം അതിനുശേഷം എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. കാരണം മറ്റുള്ളിടങ്ങളിലൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇവിടെ അത് കുറച്ച് അധികമായിട്ട് തോന്നുന്നു. എല്ലാവരുടെയും നമ്മുടെ കഴിഞ്ഞ ദിവസത്തെയൊക്കെ വാർത്തകളിലെ കമന്റുകൾ എടുത്തു നോക്കുമ്പോൾ അതിൽ മുഴുവൻ നമ്മളെ പ്രശംസിക്കുന്ന, നമ്മളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്ന. അത് മാത്രമല്ല അരുൺ, ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു എന്താ പറയുക, ഒരു വലിയ ദൃശ്യം വരുന്നത് അത് നിളാ ആരതിയാണ്. കേരളത്തിൽ നിളാ ആരതി, അതും എല്ലാ രീതിയിലുമുള്ള ഒരു ഒട്ടും ചോർന്നു പോകാതെ അല്ലേ ആരതി ചെയ്യുന്ന അതേ പണ്ഡിറ്റുകൾ മണ്ണിലേക്ക് വന്ന്. ആദ്യത്തെ നിള ആരതി സമയത്ത് ഞാൻ കേട്ടിരുന്നത് ഇവിടെ ആള് വളരെ കുറവായിരുന്നു അല്ലേ? അതെ, നമ്മള് വിചാരിച്ചു നമുക്കൊക്കെ ഏറ്റവും അടുത്ത് നിന്ന് കാണാൻ പറ്റിയ, അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമുക്ക് അക്കരെ എത്തിയത് കാണാൻ പറ്റിയായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം, ഇന്നലെ ഞങ്ങൾക്ക് അത് കാണാൻ സാധിച്ചില്ല. കാരണം അത്രത്തോളം തിരക്കാണ്. ക്ഷേത്രത്തിലേക്ക് എത്താൻ പോലും ലൈവ് കൊടുക്കാൻ ക്യാമറാമാനും അരുൺ ചേട്ടനും തന്നെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് പുഴയുടെ അരികിലേക്ക് എത്തുന്നത്. ഞങ്ങൾ ഇവിടേക്ക് എത്താൻ സാധിക്കാതെ തിരിച്ചു പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. കാരണം അത്രത്തോളം ജനലക്ഷങ്ങളാണ് ഇത് കാണാൻ വേണ്ടിയിട്ട്. നീ ദൂരെ നിന്നിട്ടാണെങ്കിലും ഒന്ന് കാണണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി എത്തുന്നവരാണ് അതിൽ ഭൂരിഭാഗം എന്നുള്ളതാണ്.